ഹലോ സുഹൃത്തുക്കളെ, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഏകദേശം ഒരു സെപ്റ്റംബറോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പഹൽഗാമിലുള്ള ഈ ഒരു സ്ഥലം, അതായത് മിനി സ്വിറ്റ്സർലൻഡിൽ ഞങ്ങൾ വന്നത്. ഈ ഒരു സ്ഥലത്തിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇവിടെയാണ് ഈ കഴിഞ്ഞ യുദ്ധം ഉണ്ടാവാനുള്ള കാര്യങ്ങളായിട്ടുള്ള കൊലപാതകങ്ങളും അല്ലെങ്കിൽ സിന്ദൂരം മായ്ക്കലൊക്കെ ഉണ്ടായിട്ടുള്ള വളരെ എന്താ പറയുക, വളരെ ക്രൂരമായി പോയി എന്ന് പറയാൻ പറ്റാവുന്ന രീതിയിൽ തന്നെ വളരെ നിഷ്ഠൂരമായിട്ടുള്ള ആ ഒരു കൊലപാതകങ്ങൾ നടന്ന അതേ സ്ഥലമാണ് ഈ കാണുന്നത്. ഈ ഒരു സ്ഥലത്തേക്ക് കയറി വരണ വെച്ചെങ്കിൽ ഏകദേശം കുതിരപ്പുറത്ത് ഒരു 2-3 കിലോമീറ്റർ കുതിരപ്പുറത്ത് ഇങ്ങനെ കയറി വരണം. നടന്ന് വരിക അല്ലാച്ച കാറിനൊന്നും ഈ ഒരു ഏരിയയിലേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ മിലിറ്ററിയോ അല്ലാച്ച പോലീസുകാരൊന്നും അധികം കണ്ടിട്ടില്ല. അതേസമയം ഇവിടേക്ക് വരുന്ന വഴികളിലും അല്ലാച്ച ശ്രീനഗറിൻ്റെ മറ്റുള്ള എല്ലാ ഭാഗങ്ങളിലും തന്നെ ഒരുപാട് മിലിറ്ററികളെ കാണാം. അത് പട്ടാളക്കാരും അല്ലാച്ച പോലീസുകാരെയൊക്കെ നിറയെ കാണാച്ചെങ്കിലും ഈ ഒരു ഏരിയയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷാ കുറവ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നവരെ നമുക്ക് കുറ്റം പറയത്തില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ പോലീസുകാരും അല്ലാച്ച മിലിറ്ററി ഒന്നും കാണുന്നില്ല. കാരണം ഇവിടേക്ക് അധികം വാഹനങ്ങൾ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എത്തിപ്പെടാൻ ചാൻസ് കുറവുള്ള ഒരു സ്ഥലങ്ങളാണിത്. അതുകൊണ്ടായിരിക്കണം ഈ ഭീകരവാദികൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം വെച്ചെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് മിലിറ്ററിയോ അല്ലാച്ചെങ്കിൽ പോലീസുകാർക്കോ അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും. കാരണം വെച്ചെങ്കിൽ ഇവിടേക്ക് കാറിനോ അല്ലാച്ചെങ്കിൽ മറ്റുള്ള വാഹനങ്ങളിലോ എത്തിപ്പെടാൻ പറ്റില്ല. ഒന്നുമില്ല വെച്ചാൽ കുതിരപ്പുറത്ത് അല്ലാച്ചെങ്കിൽ നടന്നിട്ട് തന്നെ വരണം. അത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായി തീർന്നു എന്ന് തന്നെ പറയാം. ഞങ്ങൾ ശ്രീനഗറിലായിരുന്നു ഹോട്ടലിൽ എടുത്തിരുന്നത്. അവിടെ നിന്ന് നമ്മൾ കാറിനാണ് ഈ പഹൽഗാമിൽ വന്നതിൻ്റെ ശേഷം അവിടെ നിന്ന് നമ്മൾ കുതിരപ്പുറത്താണ് ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേക്ക് വരിക. അപ്പോൾ നമ്മൾ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ചളിയും കട്ടയൊക്കെയാണ്. കാരണം വെച്ചെങ്കിൽ മഴക്കാലമായി കഴിഞ്ഞാൽ മഴവെള്ളം അല്ലെച്ചെങ്കിൽ മഞ്ഞുകാലമായി കഴിഞ്ഞാൽ മഞ്ഞുരുകിയിട്ടുള്ള വെള്ളമൊക്കെ. കാരണം നടന്നു വരിക എന്ന് പറയുന്നത് പോലും ഈ ഏരിയയിലേക്ക് വരിക കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയയിൽ കുറച്ചുകൂടിയൊക്കെ പ്രൊട്ടക്ഷൻ കൂട്ടുന്നത് നല്ലതായിരിക്കും ഇനിയുള്ള കാലത്തേക്കും. കാരണം വെച്ചാൽ ഇവിടെയൊന്നും അത്ര അധികമുള്ള ഈ ജനവാസം കുറവാണ് ഈ ഒരു ഏരിയയിൽ. ടൂറിസ്റ്റുകൾ മാത്രം തന്നെയുള്ളൂ. ഇങ്ങോട്ട് വരുന്ന വഴികളിലൊന്നും ജനവാസവും അത്രയധികം ആൾക്കാരൊന്നുമില്ല. ഈ ടൂറിസ്റ്റുകളും അവരെ കൊണ്ടുവരുന്ന കുതിരവണ്ടികളും അല്ലാച്ചെങ്കിൽ ഇവിടെ കാണുന്ന കച്ചവടക്കാരും മാത്രമേ ഈ ഒരു ഏരിയയിലുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇങ്ങനെയുള്ള ഒരു ഏരിയ ഇങ്ങനെയുള്ള ഈ തീവ്രവാദികൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. ഇപ്പോൾ കാശ്മീരിൽ തന്നെ മറ്റുള്ള ഇതേമാതിരിയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളായിട്ടുള്ള നമ്മളെ സോനാമാർഗ് അല്ലാച്ചെങ്കിൽ ദൂദ്പത്രി എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ ഇപ്പോൾ കാറിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും ഡയറക്റ്റ്. അതുമാത്രമല്ല അവിടെ വാഹനങ്ങളുടെ എത്താനും അതേമാതിരി അവിടെ തന്നെ കൂടുതലായിട്ടുള്ള മിലിറ്ററിയും അല്ലെങ്കിൽ പോലീസുകാരൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വാഹനങ്ങളൊക്കെ എത്തിപ്പെടാനുള്ള ഇത് അഭാവം കൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇവിടെ ഈ സുരക്ഷാക്കുറവ് ഒരു വീഴ്ച സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞങ്ങൾ 2 വർഷമായി കാണും ഈ ഒരു സ്ഥലത്ത് പോയിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു.